നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. 50,000 വീടുകൾ നിർമ്മിക്കാനാകും. വർഷം തോറും 50,000 വീടുകൾ നിർമ്മിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. സ്ട്രീമിംഗ് ഉടൻ. അയർലൻഡിലും സ്ട്രീമിംഗ് ആരംഭിക്കാനൊരുങ്ങി HBO മാക്സ്. അടുത്ത മാസം മുതൽ അയർലൻഡിലും UK-യിലും സേവനം ആരംഭിക്കും. 2 വർഷം നീണ്ട കാത്തിരിപ്പ്. അടിയന്തര അഗ്നിസുരക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള ഗ്രാന്റുകൾ ലഭിക്കുന്നതിനായി 2 വർഷം നീണ്ട കാത്തിരിപ്പ്. 2000 അപ്പാർട്ട്മെന്റുകളുടെയും ഡ്യൂപ്ലക്സുകളുടെയും ഉടമകളാണ് ഗ്രാന്റിനായി കാത്തിരിക്കുന്നത്. വൻ ലഹരിവേട്ട. കൌണ്ടി കാർലോയിൽ വൻ ലഹരിവേട്ട. 1.7 മില്യൺ യൂറോ വില വരുന്ന ഹെറോയിൻ പിടികൂടി. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും ഫിയന്ന ഫെയിൽ പാർട്ടിയെ താൻ തന്നെ നയിക്കുമെന്ന് നേതാവ് മീഹോൾ മാർട്ടിൻ. ഡബ്ലിനിൽ നിന്നും കാണാതായ ജോൺ ജോൺസനെ കണ്ടെത്താൻ പോലീസ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കൈവശമുള്ളവർ പോലീസിനെ സമീപിക്കണമെന്നാണ് നിർദ്ദേശം. ഡാലസിലെ കേരള ലിറ്റററി സൊസൈറ്റിയുടെ 2026 പ്രവർത്തന ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ഷാജി എം നിർവഹിച്ചു. നേടിയെടുത്ത് 32 മില്യൺ യൂറോ. അയർലൻഡിലെ ജനങ്ങളിൽ നിന്നും തട്ടിപ്പ് പരസ്യങ്ങൾ വഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേടിയെടുത്തത് 32 മില്യൺ യൂറോ. യാത്രക്കാരുടെ പരിധി പിൻവലിക്കും. ഡബ്ലിൻ വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ പരിധി പിൻവലിക്കാൻ സർക്കാർ. പുതിയ നിയമങ്ങൾ മന്ത്രിസഭയ്ക്ക് മുന്നിൽ. ഇഷ്ടം അച്ചടിച്ച പുസ്തകങ്ങളോട്. അയർലൻഡുകാർക്ക് ബുക്കുകളെക്കാളും ഓഡിയോ ബുക്കുകളെക്കാളും ഇഷ്ടം അച്ചടിച്ച പുസ്തകങ്ങളെന്ന് സർവേ ഫലം. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ പരീക്ഷിച്ച് വിജയിച്ച ആയുഷ്മാൻ ഭാരത്, ലഡ്കി ബഹിൻ യോജന എന്നീ പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിച്ച് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പദവി രാജിവെച്ചാൽ ആഭ്യന്തര സെക്രട്ടറിയും കാശ്മീർ വംശജയുമായ ഷബാന മഹ്മൂദ് UK പ്രധാനമന്ത്രിയായേക്കും. ഏറ്റവും വലിയ ആയുധ കരാറിൽ ഒപ്പിടാനൊരുങ്ങി ഇന്ത്യ. 114 ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പിടാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിൽ നിന്ന് മൊഴിയെടുക്കാൻ ED. അടുത്ത ചൊവ്വാഴ്ച ഹാജരാവാൻ നോട്ടീസ് നൽകി. 2020 ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി BCCI. കുടുംബത്തെ ഒപ്പം കൂട്ടാനാകില്ലെന്നും നിർദ്ദേശം. വിശദീകരണവുമായി നഖ്വി. ബംഗ്ലാദേശിന് വേണ്ടിയായിരുന്നു തങ്ങൾ മാച്ചിൽ നിന്ന് പിന്മാറിയതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ആഭ്യന്തര മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി. കടും വേനലിന് സമാനമായ ചൂട്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് കടും വേനലിന് സമാനമായ ചൂട്. വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യത. അയർലൻഡിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മഞ്ഞുവീഴ്ച ഉണ്ടായേക്കുമെന്ന് മെറ്റ് എയർലൈൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ തണുപ്പ് മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.